നമസ്കാരം. സിറ്റി ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂത്രധാരൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സൂത്രധാരൻ്റെ ചില ചോദ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഞാൻ സിറ്റി ചാനൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ശോഭിക വെഡ്ഡിങ് സെൻറ്ററിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളെ ശോഭിക സെൻറ്ററിൻ്റെ ഷോറൂമിനകത്താണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ചെറിയ ചോദ്യം ചോദിക്കുക, സമ്മാനം കൊടുക്കുക എന്നാണ് നമ്മുടെ പണ്ടേ ഉള്ള രീതി എന്ന് പറയുന്നത്. ആ രീതി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ സിറ്റി ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭിക വെഡ്ഡിങ് സെൻറ്റർ ചിത്രീകരിക്കുന്ന സൂത്രധാരൻ്റെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സുസ്വാഗതം. അപ്പോൾ നമ്മൾ ശോഭിക വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ രണ്ട് അമ്മയും മോളും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് അറിയാം, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം, എന്താ നമ്മുടെ പേര്? ദക്ഷ. വീട്ടിൽ എന്താ വിളിക്കുന്നത്? മുന്തിരി. വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് മുന്തിരി, യഥാർത്ഥ പേര് ദക്ഷ. ഓക്കെ. പഠിക്കുന്ന എവിടെയാ? എത്രാം ക്ലാസ്സിൽ? 9. എക്സാം 13. ഓക്കെ. അമ്മയുടെ പേരെന്താ? ശാന്തമ്മ. താമസിക്കുന്ന എവിടെയാ? ഇവിടെ മടിക്കൈ. അപ്പോൾ ഇവിടുത്തെ വേറെ നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ? വേറെ ആരല്ലേ? അതാണ്. അപ്പം ഞാൻ ശ്രമിച്ചു. ഇവിടെ ചുമ്മാ ഇരിക്കുമല്ലോ. അപ്പോൾ അവർ ഡ്രസ് പർച്ചേസ് ചെയ്യാണ്. ഓണത്തിൻ്റെ പർച്ചേസിങ് ആണോ? അപ്പോൾ നിങ്ങൾ നോക്കുന്നില്ലേ? നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വന്ന് അവിടെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് വെച്ചാൽ ഇവിടെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് ഡ്രസ്സാണ് എടുത്ത് ഇപ്രാവശ്യം ഓണത്തിന്? ഫ്രോക്ക്. ഏതാ കളർ? വയലറ്റ്. അമ്മ എന്തെടുത്ത്? സാരി എടുക്കുന്നില്ല? എടുക്കണം. ശരി. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും അഡ്വാൻസ് ആയിട്ട് സിറ്റി ചാനലിൻ്റെയും ശോഭിക വെഡ്ഡിങ് സെൻറ്ററിൻ്റെയും ഓണാശംസകൾ നേരെയാണ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. റെഡി? ചോദ്യം കേൾക്കാനായിട്ട് കുറേ ആൾക്കാർ ഇപ്പം നിൽക്കുന്നുണ്ട്. ഓക്കെ. സിമ്പിൾ. അത് നിങ്ങൾക്ക് സമ്മാനം തരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഏതായാലും ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഞാൻ സമ്മാനം തരും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഉത്തരം പറഞ്ഞു. കാരണം നമ്മൾ ശോഭിക വെഡ്ഡിങ് സെൻറ്ററിൽ നിന്ന് ചിത്രീകരിക്കുന്നതുകൊണ്ട് ഉത്തരം പറയാത്തൊക്കെ നമ്മൾ പരിചയപ്പെട്ട എല്ലാവർക്കും സമ്മാനമാണ്. ഇപ്പോൾ ചോദിച്ചാൽ പ്രകൃതിയിൽ ചില സമയത്ത് ഉണ്ടാകുന്നതാണ് അതിന് വള്ളികൾ, ഒന്നിൽ കൂടുതൽ വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ, വള്ളി അറിയാലോ, വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കുണ്ട്. എന്താണ്? അതായത് പ്രകൃതിയിൽ ചില സമയത്ത് ഉണ്ടാകുന്നതാണ്, എന്നാൽ ഒന്നിൽ കൂടുതൽ വള്ളികൾ ഇട്ടാൽ എല്ലാ മനുഷ്യർക്കുണ്ട്. എന്താണ്? ഞരവല്ല. അറിയില്ല. എന്തായാലും അറിയാവുന്നവർക്ക് ഉത്തരം പറഞ്ഞാലും കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞാലും കുഴപ്പമില്ല. സമ്മാനം ഉറപ്പാണ്. വലുതല്ലെങ്കിലും ചെറിയൊരു സമ്മാനമാണ് ശോഭിക വെഡ്ഡിങ് സെൻറ്റർ നൽകുന്ന ഒരു ഓണ സമ്മാനം. പിടിച്ചോ, അമ്മയും കൂടി പിടിച്ചോ. ഓക്കെ. സന്തോഷമായല്ലോ? ഇരുന്നോളൂ. ഓക്കെ. അടുത്ത. ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. കൂടെ ആരാ വന്നിരിക്കുന്നത്? ഒറ്റക്കാണ്. ഓക്കെ. പേര്? നീരജ. സ്ഥലം? വടകരയാണ്. വടകരയിൽ എവിടെ? ടൗണിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ സിഗൻ ലൈറ്റിന്റെ എവിടെ ആയിട്ട് വരും? കുറച്ച് പോകണം. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നത് വില്ലേജ് ഓഫീസ് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞോ? അപ്പൊ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പൊ ഇനി ഓണം വെക്കേഷന് നാട്ടിലോട്ട് പോകില്ലേ? ഇവിടെ ഇപ്പം താമസമൊക്കെ എങ്ങനെ? ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട്. അപ്പം ആഴ്ചയിലാണോ വീട്ടിലോട്ട് പോകുന്നത്? അപ്പം വടകരയാണ് സ്വന്തം സ്ഥലം. ഇപ്പം കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ഷോഭി വെഡ്ഡിങ് സെൻറ്ററിൽ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ മുന്നിൽ പെട്ടതാണ്. ഇപ്പോൾ ചെറിയ ചോദ്യം. ഓക്കെ. പ്രകൃതിയിൽ ചില സമയത്ത് ഉണ്ടാകുന്നതാണ്, എല്ലാ സമയത്തും ഉണ്ടാവില്ല. പ്രകൃതിയിൽ ചില സമയത്ത് ഉണ്ടാകുന്നതാണ്, അതിന് ഒന്നിൽ കൂടുതൽ വള്ളികൾ ഇട്ടാൽ എല്ലാ മനുഷ്യർക്കുള്ളതായിട്ട് മാറും. എന്താണ്? അതായത് അതിൻ്റെ നമ്മൾ പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതിൻ്റെ പേരിന് ഒന്നിൽ കൂടുതൽ വള്ളികൾ ഇട്ടാൽ, വള്ളികൾ അറിയാലോ? വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കുള്ളതിൻ്റെ പേരായിട്ട് മാറും. എന്താണ്? അല്ല, പ്രകൃതി കാണാൻ കിടക്ക് ചില സമയത്ത്. പറ്റില്ല.
എല്ലാവർക്കും ഉള്ളതാ. നമ്മുടെ മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, ഒക്കെയുണ്ട്. പ്രകൃതിയിൽ ചില സമയത്തേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ വള്ളികളിട്ടാൽ മനുഷ്യർക്കും പിന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ളതായിട്ട് മാറും, ഉള്ളതിൻ്റെ പേരായിട്ട് മാറും. അറിയില്ല. സഹോദരി ഗിഫ്റ്റ് കൊണ്ടുവരൂ, വാ. നമ്മളെ ഗിഫ്റ്റ് തരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സഹോദരി ഉണ്ട്. ഈ സമ്മാനം മാഡത്തിന്. താങ്ക് യു. ഒന്നുകൂട്ടൊന്ന് സമ്മാനത്തിൻ്റെ ഈ സഹോദരിയുടെ കയ്യിലാണ് നിറയെ സമ്മാനമുണ്ട്. നമ്മുടെ ശോഭിക വെഡിങ് സെൻ്ററിൻ്റെ ആൾക്കാർ ഇവിടെ, നമ്മുടെ പേരെന്താ, റിസ്വാനെയാണ് സമ്മാനത്തിന് മൊത്തം ഏൽപ്പിച്ചിട്ടുള്ളത്. പുള്ളിക്കാർ വിചാരിച്ചാൽ സമ്മാനം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇത് ആരാ അസർ ഇവിടെ നിൽക്കേ. അസർ മോട്ടെ കൂടി ആരാ വന്നേ? ഉമ്മ എടുത്തു. ഉമ്മ എവിടെ? മേഡം ഇങ്ങോട്ട് വന്നേ, ഒന്ന് വിടുവാ. വീട് എവിടെയാ? ഓർച്ചയോ? അതെവിടെയാ? എവിടെയാ? എത്ര ക്ലാസ് പഠിക്കുന്നു മോള്? 2. ഏത് സ്കൂളിൽ? ലിറ്റിൽ ഫ്ലവറിൽ. ഓക്കെ. പഠിച്ചിട്ട് ആരാണ് ഒരുപാട് പഠിച്ചു ആരാവാൻ ആഗ്രഹം? ഡോക്ടർ. എന്തിൻ്റെ ഡോക്ടർ? പല്ലിൻ്റെ ഡോക്ടർ. കാരണം വെച്ചാൽ കൃത്യമായി അനുസരിച്ചില്ലെങ്കിൽ പല്ല് താഴെ എടുത്ത് പറഞ്ഞു പല്ലിൻ്റെ ഡോക്ടർ ആരാണ് മോൾക്ക് ആഗ്രഹം. ഒരു പാട്ട് പാടിയ മോള്, ചെറിയൊരു പാട്ട് പാടുന്നില്ല. ഉമ്മ എവിടെ പോയി? നമുക്ക് ഉമ്മയെ കണ്ടുപിടിച്ചിടാം. ഉമ്മ എവിടെയുണ്ട് നമുക്ക്? ബാ ഇങ്ങോട്ട് വാ, നോക്കട്ടെ. യെസ്. പേരെന്താ മേഡത്തിൻ്റെ? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? മീന പീസാണ്. ഓക്കെ. അപ്പോൾ കിടക്ക്, ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണേ. എന്തായാലും ചെറിയ ചോദ്യമാണ്. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഓക്കെ. അതായത് പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്. അതിൻ്റെ പേരിന് വള്ളികൾ, ഒന്നിൽ കൂടുതൽ വള്ളികൾ. ഓക്കെ. സമ്മാനം. യെസ്. ഉത്തരം പറഞ്ഞില്ല അല്ലെങ്കിൽ മോളൂട്ടിക്ക് സമ്മാനം. അങ്ങോട്ട് വാങ്ങിച്ചോ. ഓക്കെ. താങ്ക് യു. അപ്പം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് സൗകര്യമാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത്. ചോദ്യം ഒന്നുകൂടി പറയാം. പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്, നമുക്ക് കാണാം, നമുക്കത് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പേരിന് വള്ളികൾ, ഒന്നിൽ കൂടെ വള്ളികൾ ഇട്ടാൽ നമ്മുടെ മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, പക്ഷികൾക്കൊക്കെ ഉണ്ട്. എങ്കിൽ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കട്ടെ, നമ്മൾ അടുത്ത ടീമിൻ്റെ നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. പിടിച്ചുപോയോ? പേര്? നിലീന ആണോ വെറും ലീന എന്നാണോ? നിലീന. എന്താണ് അങ്ങനെ ഒരു പ്രത്യേകത? നിലീന പേരിന്റെ പ്രത്യേകത എന്താ? അങ്ങനെ വെച്ചാൽ എനിക്കറിയില്ല. ഓക്കെ. വീട് എവിടെ? നീലേശ്വരം. അതാണ് നീലേശ്വരാണ്, ആയതുകൊണ്ടാണ് നിലീന എന്ന് പേര്. നീലേശ്വരത്ത് എവിടെ? നീലേശ്വരത്ത് പൂവാലങ്കൈ. പഠിക്കുന്നു. ഞാൻ +1 എവിടെ? രാജാസ് സ്കൂളിൽ പഠിക്കാണ്. അപ്പം ഓണത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷത്തിലുള്ള ഡ്രസ്സ് എടുക്കാൻ? ഓണത്തിന് സെറ്റ് സാരിയാണോ? സെറ്റ് സാരി. ഓക്കെ. നിങ്ങൾക്ക് സെറ്റ് സാരിയാണ് സ്കൂളിൽ പ്രോഗ്രാം. ഈ സാരി ആദ്യമായിട്ട് എടുക്കുകയാണോ സ്കൂളിലേക്ക് വേണ്ടിയിട്ട്? മുന്നേ എടുത്തിട്ടുണ്ടോ? മുന്നേ ഒരു ടൈം എടുത്തിട്ടുണ്ട്, ബട്ട് ഇങ്ങനെ കുറെ ടൈമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം. അപ്പം ഈ സ്കൂളിൽ നിന്ന് എല്ലാവരും, നിങ്ങളുടെ +2 പഠിക്കുന്ന എല്ലാവരും സെറ്റ് സാരി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഡ്രസ് കോഡാണ് എല്ലാവരും. എന്താണ് അത്? നമ്മുടെ സെറ്റ് സാരി പല കളറുണ്ട്. എന്താ പറയുക, പിന്നെ ഗ്രീൻ ഷെയ്ഡ് ഉള്ളതുണ്ട്, യെല്ലോ ഷെയ്ഡുണ്ട്, റെഡ് ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ് കോഡ് ഏത് കളറാണ്? അങ്ങനെ പറഞ്ഞിട്ടാ ബ്ലൗസ് മാത്രമേ ഡ്രസ് കോഡ് ഒരു നേവി ബ്ലൂ എന്ന് പറഞ്ഞിട്ടു, ബാക്കി ജസ്റ്റ് ഏതെങ്കിലും സെറ്റ് സാരി എന്ന് പറഞ്ഞു. സ്പെസിഫിക് ആയിട്ട് ഓഫ് വൈറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പൂക്കള മത്സരം സംഭവമൊക്കെ ഉണ്ട്. നിങ്ങൾ മത്സരം പങ്കെടുക്കുന്നില്ലേ? അറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞത്ര. ഇപ്പൊ നമ്മൾ ഈ ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ കുട്ടികളും ഇത്ര പൈസ എടുക്കണമെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞോ? ഇല്ല, ഒന്നും പ്രോഗ്രാം ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഡ്രസ് കോഡ് മാത്രമേ ചെയ്ത് വെച്ചു. അതാണ് ഫസ്റ്റ് നമ്മൾ, കാരണം തയ്ച്ചൊക്കെ കിട്ടണമെങ്കിൽ സമയം എടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് അല്ലേ? മേഡം ഒന്നും കൂടെ വരും. ഒന്നുമില്ല, ഇവിടെ ഒന്നും മതി. കുഴപ്പമില്ല, ഇവിടെ ചെയ്യാം. ഓക്കെ. മേഡത്തിന്റെ പേര്? റീന. മേഡം ജോലിയും ചെയ്യുന്നുണ്ടോ? ഇല്ല, ബിസിനസ് ഉണ്ട്. എന്താണ്? അപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പാർട്ട്മെന്റ് പേരെന്താ? സൗഹൃദം. അതെവിടെയാ? കൂവൽപ്പള്ളി. എത്ര റൂംസ് ഒക്കെ ഉണ്ട് അവിടെ?
നാലുണ്ട്. ഓക്കെ, അടിപൊളി. 4 അപ്പാർട്ട്മെന്റ്. 4 അപ്പാർട്ട്മെന്റ്. ശരി. അപ്പോൾ ഞാൻ വന്നത് നമ്മൾ ചെറിയൊരു അതായത് നിങ്ങൾ ഉത്തരം പറഞ്ഞാലും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സമ്മാനം തരും. അതാണ് നമ്മുടെ സമ്മാനം. സിറ്റി ചാനലിൻ്റെ പരിപാടി. സൂത്രധാരൻ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കുക, ഉത്തരം പറഞ്ഞാൽ സമ്മാനം, പറഞ്ഞില്ലെങ്കിൽ സമ്മാനം. ചോദിച്ചാൽ നമ്മൾ പ്രകൃതിയിൽ എല്ലാ സമയത്തല്ല, പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്. അതിൻ്റെ പേരിന് വള്ളികൾ അറിയാലോ, വള്ളികൾ ഒന്നിൽ കൂടുതൽ വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പക്ഷികൾക്കൊക്കെ ഉള്ളതിൻ്റെ പേരായിട്ട് മാറും. പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്. അതിൻ്റെ പേരിന് ഒന്നിൽ കൂടുതൽ വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും ഉള്ളതിൻ്റെ പേരായിട്ട് മാറും. എനിക്ക് അങ്ങനെ കുസൃതി ചോദ്യം അറിയാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഫ്ലോപ്പാണ് മേഡം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അഡ്വാൻസ് ഓണാശംസ നേരുന്നു. കൂടെ നമ്മുടെ ചെറിയൊരു സമ്മാനമാണ് ശോഭിക വെണ്ണി സെറ്റ് നൽകുന്ന സമ്മാനം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ സൂത്രധാരൻ്റെ ഈ എപ്പിസോഡ് ശോഭിക വെഡ്ഡീസ് എന്ന ചിത്രീകരിക്കുന്ന നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട 2 ആളുണ്ട്. അതായത് അമ്മമ്മയും മോളും സോഫയിൽ ഇരുന്നിട്ട് ഞാൻ എണീച്ചിട്ട് ചോദ്യം ചോദിച്ചില്ലേ. അപ്പോൾ അവരുടെ അന്നേരം ബാക്കിയുള്ളവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ബാക്കിയുള്ളവരാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ 3 പേര്, 4 പേര്. പരിചയപ്പെടാം. മേഡത്തിൻ്റെ പേര്? ബിജിന. ബിജു അല്ല, ബിജിന. ഓക്കെ. ഇവിടെ സ്ഥലം ഇവിടെ? മടിക്കൈ. ജോലി എന്ത് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫാണ്. ഓക്കെ. മോളുടെ പേര്? ദശമി. വിജയദശമി, അങ്ങനെ ഒരുപാട് ദശമി ഇല്ലേ അല്ലേ? നവരാത്രികളിലുമായിട്ട് ബന്ധപ്പെട്ട ദശമിയാണ്. വാ, ദശമിയെ വീട്ടിൽ എന്താ വിളിക്കുന്നത്? മുല്ല. നേരത്തെ മുന്തിരി എന്ന് വേറെ ഒരാൾ വിളിക്കുന്നുണ്ട്, അതാരാണ്? അത് ഏച്ചിയാണ്. ഏച്ചിയെ പിന്നെ സ്നേഹത്തോടെ മുന്തിരി എന്ന് വിളിക്കുന്നു, അനിയത്തെ സ്നേഹത്തോടെ മുല്ല എന്ന് വിളിക്കുന്നു. ഓക്കെ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 5. ഓക്കെ. മാഡത്തിന്റെ പേര്? ഗീതേച്ചി. ജോലിയും ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫാണ്. ഇനി ബാവയുടെ പേര് പറ? ദസറ. വീട്ടിൽ എന്താ വിളിക്കുന്നേ? മുകില്. അതാ ഞാൻ ഒരുപാട് ആൾക്കാരോട് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ പേര് ഒരു ആഘോഷത്തിൻ്റെ പേരാണ് ദസറ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറഞ്ഞത്, ദശമി. ദക്ഷ. വെറൈറ്റി പേരുമാണ്. അവരെ സ്നേഹത്തോടെ, എല്ലാവരും സ്നേഹത്തോടെയാണ്. പിന്നെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിക്കുന്ന പേര് മുല്ല, പിന്നെ മുന്തിരി, ഇങ്ങനെയൊക്കെ പേരാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അല്ലേ? പാട്ടാരാ പാടുന്ന? മോള് പാടും? മേഡം പാടും? പാടൂലേ? വീട്ടിൽ നിന്ന് പാടാറുണ്ടല്ലോ. മോള് പാടൂലേ? രണ്ടുപേരും പഠിക്കോ? റെഡി? 1 2 3. തള്ളക്കൊയി മുട്ടായിട്ടു കൊത്തി വിരിഞ്ഞു 1 2 3 4 5 കുഞ്ഞുങ്ങൾ, കറുത്തതുണ്ട് വെളുത്തതുണ്ട്, പാലുമില്ല ചിറകുമില്ല, കാലുകരണ്ടെണ്ണം. അടിപൊളി. കൊടുകൈ. ചെറുതും വലുതും കളറും ഇതൊക്കെ ഉണ്ട്, പക്ഷേ കാല് 2 ഉള്ളൂ. അപ്പോൾ ചെറിയ ചോദ്യം. റെഡി? അഡ്വാൻസ് ഓണാശംസ നേരെയാണ്. ചോദിച്ചാൽ പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്. എല്ലാ സമയത്തല്ല, മുഴുവൻ സമയത്ത് ഉണ്ടാവില്ല. പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്. അതിൻ്റെ പേരിന് വള്ളിയല്ലേ, നാന്നുള്ളത് നീയാകാൻ വേണ്ടിയിരുന്ന വള്ളി. ഈ വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എല്ലാ മൃഗങ്ങൾക്കും ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും ഉള്ളതിൻ്റെ പേരായിട്ട് മാറും. അതായത് പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ്. അതിൻ്റെ പേരിന് ഒന്നിൽ കൂടുതൽ വള്ളികൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാ ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും ഉള്ളതിൻ്റെ പേരായിട്ട് മാറും. എങ്കിൽ എന്താണ്? ആയിട്ടില്ല, നീ പറയല്ല. അറിയില്ല. പ്രകൃതിയിൽ ഇന്നലെ കൂടി ഉണ്ടായിരുന്നു. എന്തോന്ന്? മിന്നൽ. ഇനി ഇടീന്റെ കുഴപ്പം കൂടി ഉള്ളൂ. മിന്നൽ. മഴ. ഇങ്ങോട്ടോ? മഴയാണെങ്കിൽ എങ്ങനെ മനുഷ്യർക്ക് വള്ളിയിലിട്ടാൽ മനുഷ്യർക്കുള്ളതായിട്ട് മാറും? പറ. അതെങ്ങനെ പറ? എനിക്കറിയില്ല. അതെങ്ങനെയാ മഴ മിഴിയോ? വള്ളിട്ടോ പറഞ്ഞോ. ഇതിന്റെ എല്ലാം കാരണക്കാർ തൊട്ട് മുന്നിൽ ക്യാമറന്റെ പുറകിൽ നിൽപ്പുണ്ട് കേട്ടോ. കേട്ടില്ല. അപ്പൊ ഉത്തരം മഴയാണ്.
നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഓൾറെഡി റെഡ് അലേർട്ടാണ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിൽ പ്രഖ്യാപിച്ചെങ്കിലും ഈ പ്രഖ്യാപിച്ച് സ്കൂളിലൊക്കെ അവധി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മഴ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ദിവസം റെഡ് അലേർട്ടാണ്, പക്ഷേ മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഉത്തരം മഴയും മിഴിയുമാണ്. പ്രകൃതിയിൽ ചില സമയത്ത് കാണുന്നതാണ് മഴ, മായും ഴായും. ആ രണ്ടക്ഷരത്തിന് വള്ളി കഴിഞ്ഞാൽ മാ മീയുമായി, അതുപോലെ ഴാ ഴീ, അങ്ങനെ മിഴി എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്ത ജീവജാലങ്ങൾ വളരെ അപൂർവമാണ്. അപ്പോൾ ഉത്തരം മഴയാണ്. മഴക്ക് വള്ളി കേട്ടാൽ മിഴിയായിട്ട് മാറും. അപ്പം ആരാ ഉത്തരം പറഞ്ഞാൽ? മഴ നിങ്ങൾ പറഞ്ഞ് മഴ ഇവര് മോള് പറഞ്ഞു, മഴക്ക് വള്ളി ഇട്ട് കൊടുത്തത് ഇവരാ. ഇരിക്കട്ടെ, നല്ല കാര്യം. അപ്പം മോളുടെ ആരാ ഇവര്? ഇളയമ്മയുടെ. അപ്പൊ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ആരാണ്? എന്റെ ഇളയപ്പന്റെ ഭാര്യ ഇളയമ്മ. ഇളയപ്പന്റെ ഭാര്യ ഇളയമ്മ. അപ്പം ഇത് നിങ്ങളുടെ ആരാ? ഇത് അതെങ്ങനെയാ? ഇവരുടെ ഇളയപ്പന്റെ ഭാര്യയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ആരായിട്ട് വരും ഇവര്? ഏട്ടന്റെ മോള്. ഏട്ടന്റെ മോള്. ഭർത്താവിന്റെ ഏട്ടന്റെ മോള്. ഭർത്താവിന്റെ ഏട്ടന്റെ മോള്. മോളന്നല്ലേ? ഓക്കെ. എല്ലാവരും മകൾ തന്നെയാണ്, എല്ലാവരും അനിയത്തിയും എന്താക്കിയ എന്നാലും എല്ലാവരും സഹോദരന്മാരാണ്. അപ്പോൾ എന്താണ് സമ്മാനം? അപ്പോൾ നമ്മുടെ ശോഭിക വെഡ്ഡിംഗ് സെന്റർ നൽകുന്ന സമ്മാനമാണ് മഴയെ വള്ളികളിട്ടാൽ മിഴിയായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം ആരാ മഴ പറഞ്ഞ ആരാന്ന്? മഴ പറഞ്ഞാക്കും ഒരു സമ്മാനം, ഇനി മിഴി പറഞ്ഞാക്കും ഇരിക്കട്ടെ ഒരു സമ്മാനം. ഇതാ മേഡത്തിനൊരു സമ്മാനം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോട്ട് മൊത്തത്തെ സമ്മാനം കിട്ടി. ഒരു വീട്ടിലോട്ട് 3 സമ്മാനം നമ്മളിപ്പോൾ കൊടുത്തു. അപ്പം അല്ല ഇവര് വള്ളി ഇടുകയാണെങ്കിലും ആടുന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവര് ഹാപ്പി ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമുക്ക് 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്താ പേര്? രാഹുൽ. എവിടെ സ്ഥലം രാഹുലെ? ഉദുമയിൽ എവിടെ? ഉദുമ ടൗണിൽ തന്നെയാണോ അല്ലെങ്കിൽ? ടൗണിൽ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു ദുബായിലാണ്. ദുബായിൽ എവിടെയാ? ഈ നമ്മളെ ഇന്ത്യയിൽ ഒരു അക്കൗണ്ടിങ് ജോലി ചെയ്യുന്നതും ദുബായിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ളൊരു വ്യത്യാസം എന്താ കാണുന്നത്? ഞാൻ ഇന്ത്യയിൽ അക്കൗണ്ട്സ് ജോലി ചെയ്തിട്ടില്ല. പഠനം കഴിഞ്ഞ കൂടെ തന്നെ ഗൾഫിലോട്ടാണ് പോയത്. അപ്പം ഗൾഫിൽ ജോലി തുടങ്ങിയിട്ട് എത്ര വർഷമായി? 4 വർഷമായി. 4 വർഷം. അപ്പം ഓണം വെക്കേഷൻ ആയിട്ട് വന്നാണോ? വെക്കേഷൻ. അപ്പം എല്ലാ ഓണത്തിനും നാട്ടിൽ വരാറുണ്ടോ? കഴിഞ്ഞ തവണത്തെ ഓണത്തിന് വിദേശത്തായിരുന്നു. അവിടെ എങ്ങനെ ഓണാഘോഷമൊക്കെ? ഫ്രണ്ട്സ് എല്ലാം ആയിട്ട്. അല്ല അവിടെ എങ്ങനെ പിന്നെ ഓണ ദിവസം തന്നെയാണ് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ലീവുള്ള ദിവസം കുറെ ആൾക്കാർ കൂടിയിട്ട് താമസിക്കുന്ന റൂമിൽ നിന്നാണോ അല്ലെങ്കിൽ ചിലപ്പോൾ അസോസിയേഷൻ്റെ ഉണ്ടാവും. അങ്ങനെ കുറെ പരിപാടികളുണ്ടാവും. കുറെ പരിപാടി. നമ്മൾ പരിപാടി പങ്കെടുക്കാറുണ്ട് എന്തെങ്കിലും പരിപാടിക്ക്? ചില സമയത്ത് പാട്ടൊക്കെ പാടും. ഓക്കെ. അമ്മയുടെ പേരെന്താ? നളിനി. ഓക്കെ. ജോലിയും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഓണക്കോടി എടുക്കാൻ വേണ്ടി വന്നാണോ? അല്ലേ? ശരി. ഇപ്പം മോൻ വിദേശത്താണ്, ഇപ്പം ലീവിൽ വന്നാണ്. ഇപ്പം ഇത്തവണത്തെ ഓണത്തിന് നാട്ടിലുണ്ട് അല്ലേ? അടിപൊളി. 2 പേരെ വന്നുള്ളോ? അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ഡ്രസ്സ് അത് ശരി. അവർ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ശരി. അപ്പോൾ എൻ്റെ ചെറിയൊരു ചോദ്യമാണേ. ഒരു ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശോഭിക വെഡ്ഡിംഗ് സെന്റർ നൽകുന്ന ഒരു സമ്മാനം എടുത്ത് തരും. ഓക്കെ. നമ്മളിപ്പം സിനിമാ നടൻ മോഹൻലാൽ അദ്ദേഹം നടക്കുന്നത് ഒരു സൈഡ് ഒരു ചെരിഞ്ഞിട്ടാണ്. മമ്മൂട്ടിയുടെ കുറച്ചൊരു ഫാസ്റ്റ് മൂവ്മെൻ്റാണ്. സുരേഷ് അങ്ങനെ ഓരോ നടന്മാർക്കും ഓരോ രീതിയാണ് നടക്കുന്നത്. നടന്മാർ മാത്രമല്ല, നമ്മൾ മനുഷ്യർ. ഇപ്പം ഞാൻ നടക്കുന്ന പോലെ ഒരിക്കലും രാഹുൽ നടക്കുന്നുണ്ടാവും അല്ലേ? ഒരാൾക്ക് ഓരോ ശൈലിയിൽ നടക്കുന്നുണ്ടാകും. അപ്പം ചോദ്യമാണ്, നടക്കും പക്ഷെ ഒരിക്കലും നേരെ നടക്കാൻ പറ്റാത്തത് എന്തിനാണെന്നാണ് ചോദ്യം. നടക്കും പക്ഷെ ഒരിക്കലും നേരെ നടക്കാൻ പറ്റില്ല. ക്ലോക്കല്ല. കുറച്ചുകൂടി ഒന്ന് അടുത്താലോചിച്ചാൽ ഉത്തരം കിട്ടും. കുസൃതിയാണ്. നമുക്ക് നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും പക്ഷെ നേരെ നടക്കാൻ പറ്റില്ല. അറിയില്ല. ഇല്ല. അപ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിലും ഒരു സമ്മാനമുണ്ട്. നമ്മുടെ ശോഭിക വെഡ്ഡിംഗ് സെന്റർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, ഇരിക്കട്ടെ. അപ്പം ഹാപ്പി ആണോ? ഓക്കെ അമ്മ, ശരി. യെസ്. ഗുഡ് ഈവനിങ്.
ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ്. ഗുഡ് ഈവനിങ്. ഏതാ പറയേണ്ടത് അറിയില്ല. ഓക്കെ, ആ പേര് പറ. ഗൗരി. ഗൗരി. എവിടെ വീട്? എവിടെ ഗൗരിയുടെ? കിഴക്കുംകര. കിഴക്കുംകര. അവിടെ കുളം വല്ലതും ഉണ്ടോ? ഉണ്ടോ? ആ കുളത്തിന്റെ പേരെന്താ? കുളത്തിന്റെ പേര് മുച്ചിലോട്ട് പോകണം. കാവിന്റെ കുളമാണല്ലേ? ഓക്കെ. പേര്? നന്ദന. നന്ദന. വീട്? കിഴക്കുംകര. രണ്ടിനും അടുത്തടുത്ത് തന്നെ. ആ പേര്? ശിവാനി. വീട്? കിഴക്കുംകര. നിങ്ങൾ വേറെ കൂടെ വാ ഒരാളും കൂടി. വേറെ നിങ്ങൾ എത്ര പേര് വന്നു മൊത്തം? 5 ആൾ. ബാക്കി ഒരാളും കൂടി എടുത്തു. അവരെയും കൊണ്ട് വിളിച്ചാ ഒരാളും കൂടെ. അവരെ പേര് കൂടെ വന്ന ആളുടെ പേര്? അവരുടെ പേര്? കൃപ മേഡം. ഒന്നിങ്ങ് വരൂ. ആ വരുവാ. യെസ്, കൃപ മേഡം അവിടെ ഉണ്ട്. വരട്ടെ. എന്നാലേ നമ്മളെ ഒന്ന് ടീം മൊത്തം ഒന്ന് സെറ്റ് ആവുള്ളൂ. ഓക്കെ, വരൂ. ഒന്നിവിടെ നിൽക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പം അനൗൺസ് ചെയ്ത കൃപ മേഡം. നമസ്കാരം. പേരെന്താണ്? ഇനീഷ്. എന്താണ്? PM കൃപ. യെസ്. എവിടെ സ്ഥലം? കിഴക്കൻകര. ഓക്കെ. ആ പേര് പറ. ദേവർഷ്. യേശ്. ദേവർഷ്. ദേവർഷ് എത്ര ക്ലാസ് പഠിക്കുന്നത്? 7. ഏതാ സ്കൂള്? വെള്ളിക്കോത്ത്. വെള്ളിക്കോത്ത്. പഠിക്കുന്നത് എവിടെ? വെള്ളിക്കോത്ത്. എന്തിന്? 10. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. നഴ്സിംഗ് കഴിഞ്ഞു. എവിടെ കഴിഞ്ഞു? എവിടെ പഠിച്ചത് നഴ്സിംഗ്? മംഗലാപുരം. മംഗലാപുരം. കന്നഡ കുത്തുണ്ടാ? മനയല്ലി? മന ഇല്ലി. ഇല്ലി എല്ലി കാഞ്ഞങ്ങാട്. കൂട്ടായിത്താ? അത് എനിക്കറിയുന്ന 2 വാക്കിയതേ ഉള്ളൂ, കൂടെ ചോദിക്കാൻ പറ്റില്ല. ഓക്കെ. പഠിക്കുന്നത് +1 എവിടെ? ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ പിന്നെ ഫ്രണ്ട്സാണോ അല്ലെങ്കിൽ ബന്ധുക്കളാണോ? എങ്ങനെയാ? ബന്ധുക്കളാണ്. അപ്പം ആദ്യം ചോദിക്കാം, ഇത് നിങ്ങളുടെ ആരാണ്? ഇദ്ദേഹം നിങ്ങളുടെ ആരാണ്? അനിയൻ. അപ്പോൾ ചേച്ചിയാണ്. ഇത് നിങ്ങളുടെ ആരാ? നിങ്ങളെ? അപ്പം 3 ചേച്ചിമാർക്കൊരു അനിയനാ? അങ്ങനെയല്ല, കസിൻസ്. ആ അതാണ് കസിൻസ്. അതാണ് കസിൻസ്. അല്ലി ആറാവത് ഉബ്രമുടെ മാടിക്കൊണ്ടേ അങ്ങനത്തെ ഒരു ഡയലോഗ് സിനിമയുണ്ട്. പാട്ട് പാടുവാ? പാടും? പാടില്ല. ഓക്കെ, ഇരിക്കട്ടെ. വാ, ഞാൻ ചെറിയൊരു ചോദ്യം. കൃപമേടം നിങ്ങോട്ട് വരും. മേഡം ഇച്ചിരി ദൂരെ മാറിയൊക്കെയാണ്. ഇപ്പം ചെറിയൊരു ചോദ്യമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ 5 പേര്, 5 ആൾ നടക്കുന്ന ശൈലി വ്യത്യസ്തമായിരിക്കും അല്ലേ? ചില ആൾക്കാർ സ്പീഡ് നടക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾ ഇച്ചിരി വേഗത കുറഞ്ഞാണ്, ചില ആൾക്കാർ ചെരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. മോഹൻലാൽ കണ്ടിട്ടില്ലേ? ഇങ്ങനെ മമ്മൂട്ടി. അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ നടക്കുക അല്ലേ? അപ്പം ചോദ്യമാണ്, നടക്കും പക്ഷെ ഒരിക്കലും നേരെ നടക്കാൻ പറ്റില്ല. എന്താണ്? നമ്മൾ നടക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇത് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഒരിക്കലും നേരെ നടക്കാൻ പറ്റില്ല. ചെരുപ്പ് രാവിലെ വീട്ടിൽ നിന്ന് വെച്ച് നടക്കാൻ പോവാ, ചെരുപ്പല്ല, നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ക്ലോക്കിലെ സൂചിയാ? അതെങ്ങനെ നടക്കുന്നേ? എങ്ങനെ റൗണ്ട് എങ്ങനെ കാണിച്ചേ? റൗണ്ട് കാണിക്ക്. ആ നേർക്ക് കൃത്യമായിട്ട് റൗണ്ട് ചെയ്യട്ടാ. കൃത്യം റൗണ്ട് കാണിക്ക്. എങ്ങനെയാ റൗണ്ട്? ആ എവിടെയോ ഒരു ഒടിവും വളവൊക്കെ ഇല്ലേ എന്നൊരു സംശയം അല്ലേ? അപ്പം എന്താണ് ക്ലോക്കിലെ മാത്രം സൂചിയാണോ? വേറെ? അതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ രാഹുൽ ക്ലോക്ക് എന്ന് പറയും. ക്ലോക്ക് ഒരിക്കലും നടക്കുന്നില്ല. ഇത്തരം ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ സൂചിയാണ്. അതെപ്പോഴും വൃത്തത്തിൽ നടക്കത്തുള്ളൂ, ഒരിക്കലും നേരെയോ വളഞ്ഞിട്ടോ നടക്കില്ല. എത്ര ശ്രമിച്ചാലും ഇടക്കിടക്ക് തലക്ക് അടി കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ നിന്ന് പോയാൽ അവിടെ പോയി. ഇല്ലെങ്കിൽ സദാസമയം ക്ലോക്കിലെയും വാച്ചിലെയും സൂചി റൗണ്ടിൽ അല്ലെങ്കിൽ വൃത്തത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ, ഒരിക്കലും നേരെ നടക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ തറവാട്ട് പേരെന്താ? ചെരിച്ചൽ. ആ അതന്നെയാ പുള്ളിക്കാരൻ വൃത്തന്മാർക്കും ചെറിയൊരു ചെരിവൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ചെരിച്ചൽ തറവാടാണ്. തറവാടിൻ്റെ പേര് അല്ല, സ്ഥലത്തിൻ്റെ പേര് കിഴക്കൻകര എന്നുള്ള സ്ഥലത്താണ്. അപ്പം പർച്ചേസിങ് കഴിഞ്ഞോ? എന്തെടുത്ത്? ഷർട്ടും മുണ്ടുവാ? ആർക്ക് ഇദ്ദേഹത്തിനാ? ഇല്ല, ഷർട്ടും മുണ്ടും. ഓണത്തിന് ഷർട്ടും മുണ്ടും ഇടുക? സ്കൂളിലെ പരിപാടിക്കാണല്ലോ, ഓണത്തിന് ഇടാൻ വേണ്ടിയാണോ? ഫോട്ടോ എടുക്കാൻ. ഇതാരാ പറഞ്ഞേ? അതെ, പെട്ടെന്നാണ് മോൻ ഇങ്ങനെ പിന്നെ മുണ്ടും ഷർട്ടൊക്കെ ഇടാൻ വേണ്ട ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ സാരി അവരെല്ലാം അവിടെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു മുണ്ടായി. അത് ശരി, കേരള തനിമേൽ. അത് ശരി, ഫോട്ടോഷൂട്ട് ഉണ്ട്. സഹോദരിമാരൊക്കെ സെറ്റ് പാവാടിയും ബ്ലൗസൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു പൗരുഷം, അതിന് വേണ്ടിയിട്ടാണ് മുണ്ടും ഷർട്ടും പുള്ളിക്കാരന് പിന്നെ ഡ്രസ്സ് ചേരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നതാണ് നമ്മുടെ കൃപ മേഡം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യമാണ്. നമ്മൾ ഓരോ ആഘോഷം വരുമ്പോഴും അതിന് കണക്കായിട്ടുള്ള
ഡ്രസ്സൊക്കെ ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അടിപൊളി അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ സമ്മാനം തരാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ മുണ്ടെടുക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഉത്തരം പറഞ്ഞ വലിയ ഏട്ടൻ്റെ പേരെന്താണ്? ദേവർഷ് സാറിന് ഇതാ നമ്മുടെ ശോഭിക വെഡ്ഡിംഗ് സെൻ്റർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ശോഭിക വെഡ്ഡിംഗ് സെൻ്ററിൽ നിന്നാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് സൂത്രാന് ചിത്രീകരിച്ചത്. അപ്പോൾ നമുക്ക് ആഘോഷം, അപ്പം പെരുന്നാളായി കഴിഞ്ഞാലും ഓണമായാലും വിഷു ആയി കഴിഞ്ഞാലും ക്രിസ്മസ് ആയി കഴിഞ്ഞാലും ഓരോ ആഘോഷത്തിനും നമുക്ക് അതിൻ്റേതായ രീതി ശൈലി സംഭവമൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഓണത്തിന് നമ്മുടെ അതായത് ജാതി മതത്തിനും ഭാഷക്കും അതീതമായിട്ട് നമ്മുടെ സ്ത്രീ വിഭാഗങ്ങളെല്ലാം സെറ്റ് സാരിയും സെറ്റ് പാവാടിയും ബ്ലൗസും, പുരുഷന്മാരൊക്കെ ഈ ആൺകുട്ടികളൊക്കെ സെറ്റ് മുണ്ടൊക്കെ ധരിച്ചിട്ട് കോളേജിലും അതുപോലെ തന്നെ ജോലി സ്ഥലത്തൊക്കെ പോകുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂത്രധാരൻ്റെ ഓണാശംസകൾ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.